കല്ലടിക്കോട് 3 ഏക്കർ പ്രദേശത്ത് കാട്ടാനശല്യം അനുദിനം രൂക്ഷമാകുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം 100-ലധികം കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത്. കായ്ഫലമുള്ള തെങ്ങ്, കവുങ്ങ്, വിളവെടുക്കാറായ വാഴ എന്നിങ്ങനെ 100 കണക്കിന് കാർഷിക വിളകളാണ് കഴിഞ്ഞ രാത്രികളിൽ കാട്ടാന നശിപ്പിച്ചത്. 3 ഏക്കർ ചുള്ളിയാംകുളം, ഇടപ്പറമ്പ്, മീൻവല്ലം, തുടിക്കോട് പ്രദേശങ്ങളിലാണ് തുടർച്ചയായുള്ള കാട്ടാനശല്യം അനുഭവപ്പെടുന്നത്. ജനവാസ മേഖലയിൽ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനകളെത്തി കൃഷിനാശം വരുത്തുന്നത് പ്രദേശവാസികളിൽ ഏറെ ആശങ്ക പരത്തുന്നതാണ്. മുണ്ടനാട് പ്രദേശത്ത് കാട് കയറി നിൽക്കുന്ന സ്വകാര്യ തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം രാത്രിയാകുന്നതോടെ ചുള്ളിയാംകുളം, അട്ടക്കുണ്ട്, ഇടപ്പറമ്പ് പ്രദേശങ്ങളിലൂടെ 3 ഏക്കറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വിവരമറിയിച്ചാൽ മണ്ണാർക്കാട് നിന്നെത്തുന്ന വനം വകുപ്പ് RRT സംഘം പടക്കം പൊട്ടിച്ച് ആനകളെ ഓടിക്കാറുണ്ടെങ്കിലും അവ വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതായാണ് അനുഭവം. വനാതിർത്തികളിൽ പൂർണ്ണമായും വൈദ്യുത വേലി ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെടുന്ന സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. 2 ആഴ്ചക്കുള്ളിൽ 3 ഏക്കർ പ്രദേശത്ത് ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് കാട്ടാനകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി വനം വകുപ്പിന് അപേക്ഷ നൽകുവാൻ കർഷകർ കൂട്ടാക്കാത്ത അവസ്ഥയാണിപ്പോൾ. 5 വർഷം മുൻപുള്ള ഇത്തരം അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കർഷകർക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാട്ടുപന്നി, കുരങ്ങ്, മലയണാൻ തുടങ്ങിയ വന്യജീവികളിൽ നിന്നുണ്ടാകുന്ന കൃഷിനാശത്തെക്കാൾ കാട്ടാനകളിൽ നിന്നുള്ള അതിക്രമങ്ങളാണ് കർഷക സമൂഹത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവയ്ക്കു പുറമെ പ്രദേശത്ത് കുറുക്കൻ, കുറുനരി ഇനങ്ങളിലുള്ള വന്യജീവികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതും ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. ഇവ കോഴി, താറാവ് ഉൾപ്പെടെയുള്ളവയെ കൊന്നൊടുക്കുന്നുണ്ട്. 3 ഏക്കർ കല്ലടി അരവിന്ദാക്ഷന്റെ വളർച്ചയെത്തിയ 3 ആടുകളെ കഴിഞ്ഞ ദിവസം കുറുനരികൾ കൊന്നിരുന്നു. നിരന്തരമായി കൃഷി നശിപ്പിക്കുന്ന കാട്ടാനകളെ പിടികൂടി ഉൾവനത്തിൽ വിടണമെന്ന ആവശ്യമാണ് 3 ഏക്കർ പ്രദേശത്തെ കർഷകരും വിവിധ സംഘടനകളും ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഇതിനായുള്ള പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ആലോചനയിലാണ് ജനങ്ങൾ.